ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മുഖ്യമന്ത്രിയോട് പലർക്കും അസൂയ കൂടുകയാണ് എന്ന് കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. ചിലർ അദ്ദേഹം വണ്ടി ഇടിച്ചു മരിക്കണമെന്ന് പറയുന്നു, ചിലർ ബോംബ് വെക്കണമെന്ന് പറയുന്നു, ചിലർ പ്രാകുന്നു. അതിനായി ഒരുപാട് മറിയക്കുട്ടിമാരെ രംഗത്തിറക്കുന്നുവെന്നും സജി ചെറിയാൻ. ഒന്നും പറയാൻ പാടില്ലാത്ത കാലമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു വെച്ചു. നടക്കാതെ പോകുന്ന ഒട്ടേറെ പ്രവൃത്തികൾ നടത്തിയെടുക്കുക എന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. ഭുവനയുടെ മുഖ്യമന്ത്രിയുടെ ആ നിശ്ചയദാർഢ്യം അതാണ്. ഈ അസൂയക്കാരുടെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അസൂയാണ്. ചിലർ പറയുന്നത് അദ്ദേഹം വണ്ടി ഇടിച്ചു മരിക്കും, ചിലർ പറയുന്നത് അദ്ദേഹത്തെ ബോംബ് വെച്ച് പൊട്ടിക്കും, എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളം ഒഴിച്ചു വരാകുന്നു, വിളക്ക് കത്തിച്ച് വരാകുന്നു. എത്ര മറിയക്കുട്ടിമാരാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഇതിനു വേണ്ടി ആളുകൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ആരെയും കുറ്റം പറയില്ല, ഒന്നും നമുക്ക് പറയാൻ പാടില്ലാത്തൊരു കാലമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി 78 വയസ്സുള്ള മുഖ്യമന്ത്രി ഞങ്ങളെക്കാൾ ആരോഗ്യവാനായിട്ടാണ് കഴിഞ്ഞ 37 ദിവസം കേരളം മൊത്തം പര്യടനം നടത്തി. ഈ തിരിച്ചറിവ്, ഒന്നും പറയാൻ പറ്റാത്ത കാലമാണെന്ന തിരിച്ചറിവ് മന്ത്രി സജി ചെറിയാന് പെട്ടെന്നുണ്ടായതല്ല. പലതും വിളിച്ചു പറഞ്ഞ്, അതിന്റെ പേരിൽ ഖേദം പറഞ്ഞ്, അത് തിരുത്തി പറഞ്ഞ് ഒക്കെ കാലങ്ങൾ കൊണ്ടുണ്ടായതാണ്. കഴിഞ്ഞ ദിവസം സഭയുമായുള്ള പ്രശ്നം ഖേദപ്രകടനത്തിലൂടെ അവസാനിപ്പിച്ചുവെങ്കിലും ബഹളത്തിൽ മുങ്ങിപ്പോയ രാഷ്ട്രീയ നിലപാടിൽ മന്ത്രി ഇന്ന് ഉറച്ചു നിൽക്കുന്നു. മണിപ്പൂരിനെ കുറിച്ചുള്ള പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. അതിനൊപ്പം പറഞ്ഞു, ആരോടും പിണക്കമില്ല എന്ന്. മണിപ്പൂർ പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ ഉന്നയിച്ചത്. സഭയുമായിട്ടുള്ള പ്രശ്നം